സർ ശരിക്കും ഈ നമുക്കെല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് സർ ഇപ്പോൾ പറഞ്ഞതുപോലെ അത് നമുക്കുള്ളതല്ല, അത് കുറച്ച് താന്ന ആൾക്കാർക്കുള്ളതാണ്, നമ്മൾ എടുക്കണം. ശരിക്കും ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ചോദിക്കാണ് സർ, ഈ അങ്കണവാടിയുടെ എന്തൊക്കെയാണ് അവരുടെ സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ? ഇമ്മ്യൂണൈസേഷൻ ഏറ്റവും കൂടുതൽ എല്ലാവരെയും ബാധിക്കുന്നതല്ലേ? എല്ലാവരും ബാധിക്കും. പക്ഷെ ചിലരാണെന്നുണ്ടെ പറയും ഞങ്ങൾ മതപരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടിയെ ഇമ്മ്യൂണൈസ് ചെയ്യത്തില്ല. ആർക്കാ നഷ്ടം? നമ്മുടെ കുട്ടിയെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുട്ടിയെ എന്ന് പറഞ്ഞ പോലെയാണ് അംഗൻവാടിയുടെ എല്ലാ സർവീസസും. അതിൽ തന്നെ ഈ ആഹാരത്തിൻ്റെ ന്യൂട്രിമിക്സ് ആണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അവൈൽ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് അംഗൻവാടിയിലെ ഫുഡല്ലേ, ഇത് വേണ്ട. അപ്പോൾ ഇതിന് പകരമാണെന്നുണ്ടെങ്കിൽ എത്രയോ കോസ്റ്റ്ലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ പല ആൾക്കാരും അംഗൻവാടിയിലെ ക്വാളിറ്റി മോശമാണെന്ന് പറഞ്ഞിട്ട് പ്ലേ സ്കൂളിൽ പോകുന്നു, ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ സമയത്തിന് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസസ് പ്രായഭേദമന്യേ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഇതിനകത്ത് ആ ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ചോദിച്ചു, നിങ്ങൾ ഈ 1975 തൊട്ടാണ് അംഗൻവാടി സർവീസ് തുടങ്ങിയത്, എന്നിട്ട് എന്താ കേരളത്തിൽ ഈ 33% സ്ത്രീകൾ ഈ അനീമിക്കായിട്ടിരിക്കുന്നത്? ദർ ഇസ് സംതിങ് റോങ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ ഈ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് ഒരു അംഗൻവാടി ടീച്ചർ പോയിട്ട് പറഞ്ഞാൽ പറ്റില്ല, സർക്കാരിൻ്റെ ഫുൾ മെഷീനറി വേണമെന്നുള്ള. അപ്പോൾ അത് ഈ സർവേയിലൂടെ വരുമ്പോഴത്തേക്ക് ആ ഡീറ്റെയിൽസ് കിട്ടും. അതുകൊണ്ടാണ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പോഷൺ അഭിയാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. ന്യൂട്രീഷൻ മാത്രം, ഇതിനകത്തുള്ള 6 കമ്പോണൻറ്റിൽ ന്യൂട്രീഷൻ മാത്രം ഉള്ള കമ്പോണൻ്റ് എടുത്ത് ആ 4 ടാർഗറ്റ് ഗ്രൂപ്പ്, അഡോൾസെൻ്റ് ഗേൾസ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, ലാക്ടേറ്റിംഗ് മദേഴ്സ്, കുട്ടികൾ, ഇവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സമ്പുഷ്ട കേരളം എന്ന് പറയുന്നത്. സമ്പുഷ്ടമായിട്ടുള്ള ഇതാണ്. നമുക്ക് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് വേണം. ഇപ്പോൾ കേരളം തന്നെ ഡയബറ്റിക് ക്യാപിറ്റലാണ്. എന്താ കാര്യം? ആളുകൾ, എനിക്കറിയത്തില്ല, ഞാൻ ഓരോരുത്തരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഇത്രയും ചോറ് കഴിക്കുന്ന ആളാണ്. രാവിലെ ഞാൻ 2 ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. രാത്രിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതെൻ്റെ ശരീരത്തിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, ബട്ട് ഐ എം ഹെൽത്തി, ഐ ക്യാൻ പെർഫോം മൈ ഡ്യൂട്ടി വെരി വെൽ. ഇത് ഓരോരുത്തരൊക്കെ സദ്യക്കുമൊക്കെ പോകുന്നുണ്ടേ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കഴിക്കുന്ന കാണുന്നുണ്ട് നമ്മൾ 90-95% ഇത്രയും വലിയ കൂനയുള്ള ചോറ്, അതിനകത്ത് പച്ചക്കറി എന്ന് പറയുന്നൊരു സാധനമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ മീനും അതുപോലുള്ള സാധനങ്ങൾ കഴിക്കത്തില്ല. ഇതിൻ്റെ ദോഷം എന്താണ്? ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ, ഇപ്പോൾ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. കീറ്റോ ഡയറ്റിനകത്ത് ഒത്തിരി ദോഷങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ കീറ്റോ ഡയറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ, ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ കൂടിയായിട്ടുള്ള MK മുനീർ സാറിനെ കണ്ട്, അദ്ദേഹം ഡയബറ്റിക്കാണ്. അദ്ദേഹം പറഞ്ഞാൽ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രിക്റ്റ് സെൻസിലല്ല, പക്ഷേ ഐ ക്യാൻ കൺട്രോൾ മൈ ഡയബറ്റിക്. ഇപ്പം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് ജാക്ക് ഫ്രൂട്ട്, നമ്മുടെ ചക്കയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ചക്കപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ചപ്പാത്തിക്കകത്തൊക്കെ ഇത് ചെയ്യാൻ നല്ലതാണ്. അതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 70% വാട്ടർ കണ്ടൻറ്റും ഫൈബറുമാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്കറിയത്തില്ല, ഇത്രയും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും ചോറ് കഴിച്ച് പിന്നെയും ഡയബറ്റിക്കായി കുറച്ച് ഇൻസുലിൻ എടുക്കും. ഞങ്ങൾ കാരുണ്യ ഫാർമസി എന്ന് പറഞ്ഞൊരു ഇപ്പോൾ 65ഓളം ഫാർമസിയുള്ള കാരുണ്യ ചെയിൻ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ ഇൻസുലിൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ച വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ബിസിനസ് ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസുലിൻ എടുക്കുന്നവർ വേറൊരു 5 മരുന്നൂടെ കഴിക്കുന്നുണ്ടാവും. ആ മരുന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, അതിനകത്ത് ലാഭമുണ്ട്. അപ്പോൾ ഇതിനകത്ത് എടുക്കേണ്ട കാര്യമില്ല, അവരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളീയരാണെന്നുണ്ടെങ്കിൽ ആഹാരത്തിനകത്ത് ഈ ചോറ്, ചിലർ വിചാരിക്കും ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുറയുന്നു. ഇല്ല, കുറയത്തില്ല. കലോറി ഒന്ന് തന്നെയാണ്. ഇത് കുറച്ച് പച്ചക്കറി, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഫിഷ് അത് കഴിക്കുന്നവർ, അല്ലെങ്കിൽ അതിനെ പ്രോട്ടീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പൂർണ്ണ തളിക എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നമ്മൾ ഈ ന്യൂട്രീഷൻ മിഷൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ചോറ് ഏതാണ്ട് ഒരു വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. ആ ലിമിറ്റഡായിട്ട് കഴിച്ച് അതിനോടൊപ്പം തന്നെ ഇതിനെ സപ്ലിമെൻറ്റ് ചെയ്യുക. 5 ഐറ്റംസാണ്. മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. മൈ പ്ലേറ്റ് ക്യാമ്പയിൻ പോലെ തന്നെ ഞങ്ങൾ സമ്പൂർണ്ണ തളിക എന്ന് പറഞ്ഞിട്ട് കേരളത്തിലൊരു ക്യാമ്പയിൻ കാര്യമായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ചധികം ബേസിക് ആയിട്ടുള്ള വർക്ക്. ഇതിൽ നമ്മുടെ ആഹാരത്തിലുള്ള നമ്മുടെ പ്രത്യേകിച്ച് ഈ പറയുന്ന ചോറ് വളരെയധികം ക്വാണ്ടിറ്റി കുറയ്ക്കണം. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അയ്യോ ഇത്രയും കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്, എങ്ങനെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ഒന്നും സംഭവിക്കത്തില്ല. നമ്മളുടെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആഹാരം കഴിക്കുന്നതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല ശരീരത്തിൽ. അത് വെറും സൈക്കോളജി ആയിട്ടുള്ള, ഇത് ഇത്രയും കഴിച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാകുള്ളൂ. അപ്പം നമ്മുടെ റൈസും ബാക്കിയുള്ള എല്ലാം കുറച്ചിട്ട് അതിന് ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ ആഹാരം ആ രീതിയിലാണ്. കുറച്ച് കഴിക്കുക, ചോറെടുക്കുക, അതിനകത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി തന്നെയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇടുക. ഫിഷ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറുള്ള ദിവസം കഴിക്കും. സർ, ഒരു വീട്ടമ്മ നിലയ്ക്ക് ഞാൻ ചോദിക്കുക, ഇപ്പോൾ സാർ ഇതിനെപ്പറ്റി ഒരുപാട് അറിവുകൾ തന്നു ന്യൂട്രിമിക്സിനെ കുറിച്ച്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അത് മനസ്സിലാക്കിയത്.
പക്ഷേ ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ നമ്മൾ കേൾക്കുമ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എത്രയായാലും സ്വാർത്ഥയാണ്. എൻ്റെ മകൻ ഇന്ന ഡിഫക്ട്സ് ഉണ്ടെന്ന് എത്രയായാലും ഈ ഒരു ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ ഒരു അമ്മയ്ക്ക് മനസ്സിലാവും, ഈവൻ ഞാൻ ഉൾപ്പെടെ. എൻ്റെ ഒരു സ്വാർത്ഥ ചിന്ത ഞാനാണെങ്കിൽ, ഞാൻ എൻ്റെ കാര്യം മാത്രം പറയാം, ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇത് അന്വേഷിച്ച് പോകും. ഈ ന്യൂട്രിമിക്സ് എവിടെ കിട്ടും, എൻ്റെ മോൻ ഇത് കൊടുത്താൽ അവന് നല്ല ഒരു ആരോഗ്യം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അല്ലേ? അപ്പം ഇപ്പം നമ്മൾ ഏതൊരു പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇത് കൊടുത്താൽ ഇറ്റ്സ് ഓക്കെ അല്ലേ? ഏതൊരു പ്രായത്തിലല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പ്രത്യേകിച്ച് ഫൗണ്ടേഷണൽ സ്റ്റേജിലാണ് നമ്മൾ ഇത് കറക്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ഇപ്പം വരുന്ന ന്യൂട്രിമിക്സിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഈ 243 യൂണിറ്റിലും ഫോർട്ടിഫൈഡ് ആയിട്ട്. സർ ഒരു മിനിറ്റ്, ഇപ്പൊ 45 എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും, പക്ഷെ എന്നെയും കൂടെ കൂട്ടിക്കോ, എനിക്ക് മനസ്സിലായില്ല 45 എന്നുള്ള അർത്ഥം പറഞ്ഞാലേ എൻ്റെ കുറേ ചേച്ചിമാർക്ക് ഇതിനെപ്പറ്റി അർത്ഥം മനസ്സിലാവും. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ഉപ്പ് സാധാരണ രീതിയിൽ കഴിക്കുമായിരുന്നു. അയഡൈസ്ഡ് ഉപ്പ് എന്തിനാണ് കഴിക്കുന്നത്? നമുക്ക് തൈറോയിഡ്, ഗോയിറ്റർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കമ്പൽസറി ആയിട്ട് അയഡൈസ്ഡ് ആയിട്ടാണ് ഉപ്പ് കഴിക്കണമെന്നുള്ളത് വന്നത്. എന്ന് പറഞ്ഞതുപോലെ ഓയിലിനകത്ത് ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസും കൂടെ ചേർത്തിട്ട് വരുന്നു. ഇപ്പം മിൽമയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അംഗൻവാടിയിൽ പൈലറ്റ് ലെവലിലേക്ക് ഞങ്ങൾ എല്ലാ പഞ്ചായത്തിൻ്റെ അടുത്ത് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മിൽക്കുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള പ്രോസസ്സിലുള്ള മിൽക്ക് നമ്മളൊരു അംഗൻവാടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ 2-3 ദിവസം ഇരിക്കും. ഇത് 90 ദിവസം വരെ ഇരിക്കും, ഒരു പ്രശ്നവുമില്ല. അതിനകത്ത് ഈ പറയുന്ന മൂലകങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പാലിനകത്ത് പിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ ഫോർട്ടിഫൈഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള മിൽക്ക് നമ്മുടെ വീടുകളിൽ വാങ്ങിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതിന് പകരമാണെന്നുണ്ടെങ്കിൽ ഇപ്പം പല പാലുകളും യാതൊരു, പ്രത്യേകിച്ച് മിൽമ നമുക്ക് ധൈര്യമായിട്ട് പറയാം, കേരളത്തിൻ്റെ തന്നെ സർക്കാർ തന്നെ നടത്തുന്നതാണ്. ഈ അമ്മമാരുടെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്നറിയാം, അവർ ഈ എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് ഓവേഴ്സാണ് കഴിക്കുന്നത്. വീടുകളിലുള്ളതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് ഓവേഴ്സ് മാത്രമാണ്. അത് അവരുടെ ആരോഗ്യം നന്നായാൽ മാത്രമേ കുടുംബത്തിൻ്റെ ആരോഗ്യം നന്നാകുകയുള്ളൂ. ഇപ്പോൾ ഈ ഞങ്ങളുടെ ന്യൂട്രിമിക്സ് ചെന്ന് കഴിയുമ്പം ആ കുടുംബാംഗങ്ങളെല്ലാവരും കഴിക്കും. അവരെല്ലാം കഴിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ളതല്ല. അവർക്ക് ആഹാരം കഴിക്കാനില്ലെങ്കിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമ്മമാരിത് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എത്തിക്കുക, അമ്മമാർ കഴിക്കുക. കാരണം വെച്ചാൽ ഇവർക്ക് വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ 243 യൂണിറ്റിൽ നിന്നും ഫോർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 11 മൈക്രോ ന്യൂട്രിയൻസ്, ഇത് കുഞ്ഞുങ്ങളുടെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, ലാക്ടേറ്റിംഗ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ നിന്ന് പോകുന്ന കാൽഷ്യമാണ്. അപ്പോൾ അതിന് പോഷകങ്ങൾ ചെന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് പകരം ആ കുടുംബാംഗങ്ങൾക്കും അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ഒക്കെ കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്കുള്ള ഇൻടേക്കാണ് ഇല്ലാതായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ വാല്യുബിൾ ന്യൂട്രിമിക്സ് എന്ന് പറഞ്ഞാൽ അമൃതം എന്നാണ് പറയുന്നത്. ഏതാണ്ട് സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം അമൃതം തന്നെയാണിത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഞാൻ ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ ശരിക്കും സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു അബ്യൂസ് എന്ന് പറയുമ്പോൾ സർ ഇപ്പം സ്റ്റിൽ ഈ ഒരു നിമിഷം വരെ ഞാൻ പറയാം, ഒരു സ്ത്രീ ഇപ്പോഴും സേഫ് അല്ല എന്നേ ഞാൻ തർക്കിക്കുള്ളൂ സാറിൻ്റെ അടുത്ത്. ശരിക്കും ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയാൽ പോലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ വരാറുണ്ട്, അവരിവിടെ ജോലി ചെയ്യാറുണ്ട്. എല്ലാവരും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മലയാളി കുട്ടികൾ കുറച്ച് റൂറലായിട്ടുള്ള സ്ഥലത്തായാലും സിറ്റിയിലായാലും മോശമായി അബ്യൂസ്ഡായി പോകുന്നുണ്ട്. അതിനൊക്കെ ശരിക്കും നമ്മൾ പെട്ടെന്ന് ഒരു സഡൻ വന്നാലൊക്കെ നമ്മൾ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ കൂടെ നിന്നാൽ പോലും അവർ പോലും ഇതിനകത്ത് വിക്ടിം ആവുമോ എന്നുള്ള പേടി കൊണ്ട് പോലും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കുറേ പേര് മാറി നിൽക്കാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുക? ഒരു ഓപ്ഷൻ ഇല്ല. ഇത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനകത്ത് ഒത്തിരി വ്യത്യാസം വരുത്താനുണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ കുട്ടികളുടെ അടുത്തെല്ലാം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അരുത് അരുത് അരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ബോൾഡായി കഴിഞ്ഞാൽ അവളെ ഒരു അഹങ്കാരിയാണ്, തൻ്റെടിയാണ്, അവൾ മുന്നോട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. എന്തറിയില്ല, ഏതാണ്ടൊരു വളരെ നാമമാത്രമായിട്ടുള്ള കുറച്ച് ആൾക്കാർ കേരളത്തിൽ അത് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരിപാടിയാണ് നൈറ്റ് വാക്ക് എന്ന്, ഗവൺമെൻറ്റിൻ്റെ സധൈര്യം മുന്നോട്ട് എന്നുള്ളൊരു പദ്ധതിയുടെ ആയിട്ട്. എന്താണ് ഒരു സ്ത്രീക്ക് കേരളത്തിൽ നടക്കാൻ പറ്റാത്തത്? കേരളത്തിന് വെളിയിലുള്ള എല്ലാ ടൗണുകളും, ഇന്ത്യ മൊത്തം ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, അവിടെ ഒരു പ്രശ്നമില്ല. ബോംബെ ചെന്നാലും ചെന്നൈയിലോ പോയാലും ഒരാളൊരു അസാധാരണമായിട്ട് എത്രയോ ആൾക്കാർ രാത്രിയും കഴിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഇവിടെ ഒരു രാത്രിയിൽ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താ ഇവിടെ നിൽക്കുന്നത്? എന്ത് പരസ്യമായിട്ട് എന്നിട്ട് ഒരു പെൺകുട്ടി എടുത്ത് ചോദിക്കുക എത്ര റേറ്റ്? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതുന്നത്
കുറച്ചധികം ഞരമ്പ് രോഗികളുള്ള ഒരു സംസ്ഥാനമാണ്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരു വിരലിലുണ്ടാവുന്ന ഒരു മേ ബി 20,000 പേര് കാണുമായിരിക്കും, 30,000 പേര് കാണുമായിരിക്കും. കേരളത്തിൻ്റെ പോപ്പുലേഷനായിട്ടുള്ള 3.25 കോടി ജനങ്ങളെ വെച്ച് നോക്കുന്നുണ്ട് ഇതൊരു നിസ്സാരമായിട്ടുള്ള. അപ്പം നമ്മുടെ പോലീസിൽ പോലും ഇതൊരു ചെറിയ ക്രൈം അല്ലേ, അത് ഒരാൾ അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതല്ല, ഒരാളുടെ ഒരു റൈറ്റാണ് അവിടെ നിൽക്കുന്നത്. ഒരു പുരുഷൻ നിന്നാൽ ചോദിക്കുന്നില്ല. അപ്പോൾ അതോടൊപ്പം തന്നെയാണെന്ന് ഒരു സ്ത്രീ നിന്നാലും ചോദിക്കേണ്ട കാര്യമില്ല, അവരുടെ മാറ്ററാണ്. അവർ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നോക്കാനായിട്ട് പോലീസുണ്ട്, നാട്ടുകാർ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യമില്ലാതെ അത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത്രയൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ കിണറ്റിലെ തവള പോലെ കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. അവർ ഈ പുറത്ത് നടക്കുന്ന ഒന്നും അറിയുന്നില്ല. അവർ ലോകം ചുറ്റുപാടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന അവരറിയുന്നില്ല. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ സധൈര്യം മുന്നോട്ടിൻ്റെ ഭാഗമായിട്ട് ഒന്ന് നൈറ്റ് വാക്ക് ഇപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് 7,000-ഓളം സ്കൂളുകളിലെ കുട്ടികൾക്കാണെന്നുണ്ട് സെൽഫ് ഡിഫെൻസ് ആയിട്ടാണെന്നുണ്ട് പോലീസിൻ്റെ സഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ട് ഇപ്പം ദ റിയൽ മെൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവുകയാണ്. അതായത് ദ റിയൽ മെൻ എന്ന് പറയുന്ന ആൾ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്, അല്ലാതാണെന്നുണ്ടെങ്കിൽ അവരെ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് ഓഫ് ക്യാമ്പയിൻ സധൈര്യം മുന്നോട്ടിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ മാറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രിയിലെ നൈറ്റ് വാക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലുടനീളം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും, ഇന്നും നടക്കുന്നുണ്ട്, ഇന്നലെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പബ്ലിക് സ്പേസ് റീഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. പിന്നെ ചിലർക്കൊക്കെയാണ് ചില അടി കൊടുക്കേണ്ട ചില കേസുകൾ ഉണ്ടായിട്ടാണെന്ന് തോന്നിയത്. അത് സ്ത്രീകൾ എപ്പോൾ അടി കൊടുക്കുന്നോ അന്നേരം ശരിക്കും പറഞ്ഞ ഒരു സ്ത്രീ തന്നെ അത് റിയാക്ട് ചെയ്താൽ അത് നിൽക്കുള്ളൂ. നാളെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ അമ്മമാരുടെ ഒരു പങ്ക് ഏറ്റവും കൂടുതൽ 90% ഉണ്ട്. ആ കർത്തവ്യം ഞങ്ങൾ പൂർത്തീകരിക്കും. ശരിക്കും ഇത്രയും നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സാറിന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തന്നില്ല, അതാണ് സത്യം അല്ലേ? പക്ഷേ ഇന്ന് ഞാൻ ശരിക്കും ഈ ഒരു ഷോ ചെയ്ത സാർ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറിന് ഗവൺമെൻറ് ഇറക്കിയ ആ ന്യൂട്രിമിക്സ് പ്രോഡക്റ്റ് വെച്ച് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷേ കുട്ടികൾ കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഗിമിക്സ് ഒക്കെ അമ്മമാർ കാണിച്ചാൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. സാറിൻ്റെ അടുത്ത് തന്നെ അത്രയും വാല്യുബിൾ ആയിട്ട് ഇതിൻ്റെ എന്താണ് അതിൻ്റെ വില എന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് കുറേ മനസ്സിലായി. ഇനി നാളെ തൊട്ട് ഞങ്ങളുടെ മലയാളി പ്രേക്ഷകരിലെ അമ്മമാരെല്ലാം ഇത് കാര്യമായിട്ട് എടുത്ത് കുട്ടികൾക്കും എല്ലാം കൊടുക്കും. സാർ എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ സ്മൂത്തി ഒക്കെ അമൃതം ന്യൂട്രിമിക്സ് ഞങ്ങൾ ബനാന ഇട്ടു, പിന്നെ ഈ ഗ്രൗണ്ട് നട്ട്സ് ഇട്ടു, പിന്നെ ഓട്സ്. ഇതെനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവർ 1 മിനിറ്റ് പോലും ഇതാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിനുള്ളിൽ ഇത് കഴിച്ചു തീർക്കും. ഇതിനകത്ത് പഞ്ചസാരയില്ല, അതിന് പകരം അമൃതം ന്യൂട്രിമിക്സ് ആണ് ഞാൻ ഇട്ടത്. റിയലി ടേസ്റ്റ്. എനിവേ താങ്ക് യു വെരി മച്ച് സർ. ഞങ്ങൾ ഇനി സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ വാല്യുബിൾ കമൻസ് ഒക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാക്കും. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വന്ന് ഞങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആനി. എൻ്റെ ചേച്ചിമാരും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ അമ്മമാർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വാങ്ങിച്ച് സത്യം പറഞ്ഞാൽ ഇതേപോലെ സ്മൂത്തീസും ഡെസേർട്സും ഒക്കെയാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കിയത്. ഇപ്പോൾ അതിന് സ്വീറ്റ് കൂടുതലാണ്, പക്ഷേ എന്നാലും സാർ ഇപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ കണ്ടൻറ്റ് ഇച്ചിരി കുറച്ചിട്ട് പനം കൽക്കണ്ടവും ഇത് ബ്രൗൺ ഷുഗറും ഒക്കെയാണ് ചേർക്കുന്നത്. അത് കുറച്ചുകൂടെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അമ്മമാരെത്രയായാലും സ്വാർത്ഥ പിടിക്കുന്ന കുഞ്ഞുങ്ങളോട് മാത്രമാണ്. അവർ ഏറ്റവും കൂടുതൽ ആരോഗ്യമായിട്ടിരിക്കണം, അവരുടെ എന്താ പറയുക ഏറ്റവും നന്നായി വരണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് തോന്നുന്നു ലോകത്തെല്ലാ അമ്മമാരും മാത്രം, അച്ഛന്മാരുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏറ്റവും കീനായിട്ട് നോക്കുന്ന അമ്മമാരാണ്. അതുകൊണ്ട് നമ്മൾ അമ്മമാർ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക, കുട്ടികളുടെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കുക, സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും പറ്റി പ്രാവർത്തികമാക്കുക.